നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു തെന്നാലിരാമൻ കഥയാണ്. തെന്നാലിരാമൻ കഥ വളരെ രസകരമാണ്. പൂച്ചയുമായി ബന്ധപ്പെട്ട തെന്നാലിരാമൻ്റെ ഒരു കഥ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ ഇപ്പോൾ പൂച്ചയുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് പറയുന്നത്. ആ കഥ ഇപ്രകാരമാണ്. തെന്നാലിരാമൻ്റെ വീട്ടിൽ കുറേ എലികൾ താമസമുറപ്പിച്ചു. അവ പലതും കടിച്ചു മുറിച്ചു. കൂട്ടത്തിൽ തെനാലിരാമൻ്റെ ഭാര്യയുടെ വില കൂടിയ ഒരു പട്ടുവസ്ത്രവും. ആ ദമ്പതികൾക്ക് എലികളോട് കലി കയറി. രണ്ടുപേരും കൂടി വടിയെടുത്ത് എലികളെ തല്ലിക്കൊല്ലാൻ നോക്കി. ഒന്നാമത് എലികളെ കണ്ടുകിട്ടാൻ പ്രയാസം. രണ്ടാമത് കണ്ടുകിട്ടിയാലും അവയെ തല്ലിക്കൊല്ലാൻ വളരെ വിഷമം. എന്നാൽ ഇനി ഒരു പൂച്ചയെ വളർത്തുക തന്നെ. അങ്ങനെ വീണ്ടും ഒരു പൂച്ച തെനാലിരാമൻ്റെ വീട്ടിൽ താമസമാക്കി. അങ്ങനെ താമസക്കാരനായി വന്ന പൂച്ച പതുക്കെ എലികളെ പിടിച്ചു തുടങ്ങി. രാമനും ഭാര്യയ്ക്കും കിട്ടാത്ത എലികൾ ആ പൂച്ചയ്ക്ക് കിട്ടി. അങ്ങനെ എലികളുടെ ശല്യമില്ലാതെയായി. അതിൽ തെനാലിരാമനും ഭാര്യയ്ക്കും വലിയ സന്തോഷമായി. പക്ഷേ പിന്നീടൊരു കുഴപ്പമുണ്ടായി. വീട്ടിൽ അടങ്ങിയിരിക്കുന്ന പ്രകൃതമല്ല ആ പൂച്ചയ്ക്ക്. ആ പൂച്ച മിക്കപ്പോഴും സ്വൈര്യസഞ്ചാരത്തിന് ഇറങ്ങാറുണ്ട്. അടുത്തുള്ളത് ഒരു പ്രഭുഗ്രഹമാണ്. ആ വീട്ടിൽ ദിവസവും സന്ദർശിക്കാൻ ഈ പൂച്ച പോകും. ആ പ്രഭുവിൻ്റെ വീട്ടിൽ ഒരു കിളിയെ വളർത്തുന്നുണ്ട്. കിളിയെ പിടിച്ചു തിന്നാനാണ് പൂച്ചയുടെ ശ്രമം. ഒരു നാൾ ശ്രമം ഫലിക്കുകയും ചെയ്തു. പ്രഭുവിൻ്റെ ഭാര്യയ്ക്ക് വല്ലാത്ത സങ്കടമായി. തൻ്റെ ഓമന കിളിയെ അയൽ വീട്ടിലെ പൂച്ച കൊന്നിരിക്കുന്നു. ആ പൂച്ചയെ പിടിച്ചു കൊല്ലണം. അതിനായി പ്രഭുവിൻ്റെ ഭാര്യ ശാഠ്യം തുടങ്ങി. പ്രഭു രാമൻ്റെ പൂച്ചയെ പിടികൂടി. അതിനെ തല്ലിക്കൊല്ലാനായി അദ്ദേഹത്തിൻ്റെ ഭാവം. അതറിഞ്ഞ് അയൽവക്കക്കാരനായ തെനാലിരാമൻ അവിടെ ഓടിയെത്തി. പ്രഭു, ദേവിജതൻ്റെ പൂച്ചയെ കൊല്ലരുത്. അത് തെറ്റാണ് ചെയ്തത്. സമ്മതിച്ചു. അവിടുന്ന് ആ തെറ്റ് ക്ഷമിച്ച് എൻ്റെ പൂച്ചയെ എനിക്ക് തരണം. എൻ്റെ വീട്ടിൽ എലികളുടെ ശല്യം കൂടുതലായിരുന്നു. ഈ പൂച്ച കാരണം ശല്യമില്ലാതെയായി. ഇവനില്ലെങ്കിൽ ആ ശല്യം വീണ്ടും ഉണ്ടാകും. തെനാലിരാമൻ വളരെ വിനീതമായി ആ പ്രഭുവിനോട് പറഞ്ഞു. രാമൻ്റെ അപേക്ഷ സ്വീകരിക്കുവാൻ പ്രഭു തയ്യാറായില്ല. സ്നേഹിത, വാസ്തവത്തിൽ എലികളെ പിടിക്കാൻ പൂച്ചയൊന്നും വേണ്ട. പൂച്ചയില്ലാതെ എലികളെ കൊല്ലാൻ എനിക്കറിയാം. നിങ്ങളും ആ വിദ്യ പഠിക്കുന്നത് നന്നായിരിക്കും. പ്രഭു രാമനോട് അഭിപ്രായപ്പെട്ടു. അദ്ദേഹം രാമൻ്റെ പൂച്ചയെ തല്ലിക്കൊല്ലുകയും ചെയ്തു. ഒന്നും പറയാതെ വിഷമത്തോടെ തെനാലിരാമൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഒരു യുക്തി തെനാലിരാമൻ്റെ മനസ്സിൽ ഉറച്ചു. ആ മനസ്സിൽ ഉറച്ച ബുദ്ധി ആ യുക്തി പ്രയോഗത്തിലാക്കണം. അതായിരുന്നു തെനാലിരാമൻ്റെ നിശ്ചയം. ഒരു ദിവസം പ്രഭുവിന് ഒരു സമ്മാനപ്പെട്ടി വന്നു ചേർന്നു. ഏതോ സ്നേഹിതൻ അയച്ചു കൊടുത്തതാണ്. അതായിരുന്നു പ്രഭുവിൻ്റെയും ഭാര്യയുടെയും വിശ്വാസം. ആരായിരിക്കും അയച്ചത്? എന്തായിരിക്കും ഉള്ളടക്കം? പുറത്ത് യാതൊരുവിധമായ വിലാസങ്ങളുമില്ല. അറിയാൻ അവർക്ക് തിടുക്കമായി. ഇരുവരും കൂടി ധൃതിയിൽ കെട്ടുകളഴിച്ച് പെട്ടി തുറന്നു. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പെട്ടി നിലത്ത് വീണു. ഉള്ളടക്കം കണ്ടപ്പോഴുള്ള ഭയമായിരുന്നു കാരണം. വളരെ എലികൾ പുറത്തേക്ക് ചാടി ഓടിപ്പോയി. അവ ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് ഒളിച്ചിരുന്നു. പ്രഭുവിൻ്റെ വീടിൻ്റെ പല മൂലകളിലും ഈ എലികൾ ഒളിച്ചു. ആളൊഴിഞ്ഞിട്ട് വേണം തങ്ങളുടെ ജോലി ചെയ്യാൻ. അവയെ കൊല്ലുക എന്നുള്ളത്. എലിയൊഴിഞ്ഞ പെട്ടിക്കകത്ത് എന്താണ്? അവർ പൊട്ടിച്ച പെട്ടിക്കകത്ത് വളരെ ദീർഘമല്ലാത്തൊരു കത്ത് കണ്ടു. പ്രഭു കത്തെടുത്ത് ഭാര്യയെ വായിച്ചു കേൾപ്പിച്ചു. ആ കത്തിപ്രകാരമാണ്: ബഹുമാനപ്പെട്ട പ്രഭു, എനിക്ക് അറിഞ്ഞുകൂടാത്ത വിദ്യ താങ്കൾക്കറിയാം എന്ന് പറയുകയുണ്ടായല്ലോ. അതായത് പൂച്ചയെ കൂടാതെ എലികളെ പിടിക്കുന്ന വിദ്യ. ആ വിദ്യ പ്രയോഗിക്കാനായി ഞാനിതാ താങ്കൾക്ക് ഒരവസരം തന്നിരിക്കുന്നു. ഫലം എന്തെന്ന് എന്നെ അറിയിക്കാൻ ദയവുണ്ടാകണം എന്ന് അയൽവക്കക്കാരൻ തെനാലിരാമൻ. ഈ കത്ത് വായിച്ച് പ്രഭുവിൻ്റെ ഭാര്യയും അന്തം വിട്ടുനിന്നു. ഇത് തെനാലിരാമനുമായി ബന്ധപ്പെട്ട രസകരമായ കഥയാണ്. ഇതിത്രമാത്രം. നന്ദി, നമസ്കാരം.